നിങ്ങൾ കണ്ടിട്ടുള്ള ചില വീടുകൾക്കോ കെട്ടിടങ്ങൾക്കൊക്കെ തുരുമ്പ് പിടിച്ചിട്ട് ഫീൽ കണ്ടിട്ടുണ്ടാവും. അത് തുരുമ്പെടുത്തൊന്നും അല്ല കേട്ടോ, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കോട്ടൺ സ്റ്റീൽ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. ആർക്കിടെക്ചർ യൂഷ്വലി ആ ഒരു എർത്തി ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഈ കോട്ടൺ സ്റ്റീൽ എന്ന് പറയുന്നത്. അത് ബേസിക്കലി ഒരു സ്റ്റീൽ മാത്രമാണ്. അത് ഏത് പാറ്റേണിലും ഏത് ഡിസൈനിലും നമ്മൾ തന്നെ കട്ട് ചെയ്ത് ആണ് നമ്മളത് ഫിക്സ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആർക്കിടെക്ചർ ഫസാഡ്സ് എന്നുള്ള രീതിയിലാണ്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ഈ പറയുന്ന സ്റ്റീൽ എന്ന് പറയുന്നതിനെ ഒരു റസ്റ്റിംഗ് പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളത് ഫിക്സ് ചെയ്ത് കഴിയുമ്പം ആ ഫിനിഷ് എത്രമാത്രമാണോ, റസ്റ്റിക് ഫിനിഷ് എത്രമാത്രമാണോ വേണ്ടത് അത്രയും സമയം അത് എയറുമായിട്ട് എക്സ്പോസ് ആവാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പം എവിടെ വരെയാണ് ഇത് വേണ്ടത് അവിടെ കൊണ്ട് നമ്മൾ ഒരു ക്ലിയർ കോട്ട് സൊല്യൂഷൻ, മാർക്കറ്റ് ഒരുപാട് സൊല്യൂഷൻസ് അവൈലബിൾ ആണ്, അതിലേതെങ്കിലും ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ആ റസ്റ്റിംഗ് പ്രോസസ്സ് നിർത്തുകയും ചെയ്യും. എന്ന് വിചാരിച്ച് ഇത് ഭാവിയിൽ ഈ ക്ലിയർ കോട്ട് അടിച്ചാലും ചിലരുടെയൊക്കെ ഒരു മിഥ്യാധാരണയാണ് വർഷങ്ങളോളം ഇത് കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും അല്ലെങ്കിൽ തുരുമ്പെടുത്ത് വല്ലാതാകും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ആർക്കിടെക്ചർ വൈസ് ആയിട്ട് എർത്തി ഫീൽ കിട്ടുന്ന സജസ്റ്റബിൾ ആയിട്ട് മെറ്റീരിയൽ തന്നെയാണ് ഈ പറയുന്ന കോട്ടൺ സ്റ്റീൽ.